അത് നീർത്തിട്ട് മൊത്തം നീർത്തിട്ട് ഈ കാലാവസ്ഥയിൽ നിങ്ങളുടെ കുട്ടിക്കാലം ആലോചിക്കും. തവണ വർഷം ഇവിടെ ഉണ്ടായി, തുലാവർഷം ഉണ്ടായിരുന്നില്ലേ? നമ്മുടെ കുട്ടിക്കാലത്ത് 6 മാസം വർഷമാണ്. ഭൂമി മുഴുവൻ പ്രളയം, ഒരു ഇടി വെട്ടിയ ഭൂമി തോന്നി. അങ്ങനത്തെ ഇടിവെട്ടില്ലാതെ 30 വർഷം കഴിഞ്ഞു. ഇന്ന് ഇടിവെട്ടി ചിന്തിച്ചു. ഇന്ന് മഴയില്ലല്ലോ. ഇവിടെ വെള്ളത്തിന് ക്ഷാമം ഉണ്ടാവും. ലോറി വെള്ളം വർഷമായി 75 75% ജലമാണ് ശരീരം. ഭൂമിയും ലോകം തണുക്കാത്ത കാരണം 25% വെള്ളം ജലം. ദേഹം മറുതാണ്. അതൊന്നും കിട്ടും. ശ്വാസം മുട്ട് തോന്നുക, ആത്മ വരുക, എന്തൊക്കെ ഭയം തോന്നുക, വിഷമങ്ങൾ തോന്നുക, ജലാംശല്യം. ഈ ലോകം ഭൂമി തണുക്കണ്ടേ? അതിൽ ദേഹത്ത് വെള്ളം ഉണ്ടാവുള്ളൂ. ഇവിടെ വേനൽ മാത്രമായിട്ട് നിൽക്കണ വർഷം ഉണ്ടായിട്ടില്ല. അപ്പോൾ ദേഹത്തിന് ഷവറിന്ന് വരിക, എല്ലാ മരുന്നും നിർത്തുക എന്നാ പറയും. ഈ ആധുനിക ശാസ്ത്ര ഇംഗ്ലീഷ് മരുന്ന് മേടിച്ച് ഈ ഗുളി 8-9 ദിവസം കഴിച്ചു. രോഗത്തിന് ഒരു ചാൻസ് ഉണ്ടാക്കരുത്. മരുന്ന് മണക്കാത്ത 121 വയസ്സ് വരെ ഭൂമിയിൽ ജീവിക്കും. മരുന്ന് മണത്താൽ 35 30-35 ആവുമ്പോഴേക്ക് പറയാലോ ആയുസ് കുറഞ്ഞു. മരുന്നാണ് നിങ്ങളെ കൊല്ലുന്നത്, നശിപ്പിക്കുന്നത്. പരീക്ഷണത്തിന്റെ മരുന്ന് എന്തൊക്കെ കഴിച്ചു മാറി. ഭക്ഷണം കഴിച്ച് കുറ്റമോരെ കുടലിന്റെ കൊഴുപ്പ് കുറഞ്ഞുകൊണ്ടാണ് ഭക്ഷണം വേണ്ടായത്. ഭസ്മട്ട വെള്ളം കൊണ്ട് ചുമന്ന തുളസിയുടെ ഒരു 3-4 തലയും, ഒരു 10 മണി കുരുമുളകും, 2 കഷ്ണം വെളുത്തുള്ളി, 3 മൂടി ചതച്ച് ഒരു 4 ഗ്ലാസ് വെള്ളത്തിലിട്ട് തവി 2 ദിവസം ആ 20 ഗ്ലാസ് വെള്ളം. അതുകൊണ്ട് സർവ്വരോഗമാണ്. ഭസ്മം എല്ലാവർക്കും പരത്തി ഒരു 100 ഭസ്മം കഴിക്കും. ഇന്നെന്നെ തിളപ്പിച്ച് കുടിക്കുക. രോഗമാണ്. ഗുളികളൊപ്പം നിർത്തുക, കേൾക്കുക. ആവശ്യമില്ലാതെ 3-4 തരം ഗുളികയൊക്കെ കഴിച്ച് പരീക്ഷിക്കാൻ തരിക. എന്ത് രോഗമാണ് ഈ ഗുളികകൾ ചെല്ലുമ്പോൾ എന്തൊക്കെ മാറ്റമാണെന്ന് ഡോക്ടറെ പഠിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ ടെൻഷൻ ഉണ്ട്. മനസ്സിന് ടെൻഷൻ ഉണ്ടെന്നാ പറയാം. എന്താ ടെൻഷൻ്റെ ആവശ്യം, എന്താ ജോലി, എന്താന്ന് നോക്കി എന്നൊക്കെ ചോദിക്കണം. മനസ്സിന് ടെൻഷനാ വരുന്ന രോഗം എന്താണ്? ആവശ്യത്തിരിക്കണോ? ഒരു പ്രോബ്ലം ഇല്ലല്ലോ, പിന്നെ എന്തിനെ വിഷമിക്കണമെന്ന്. ഭസ്മട്ട വെള്ളം കൊണ്ട് മുഖം കഴുകി ഭസ്മം എല്ലാവർക്കും തരും. തുളസിയുടെ ഇല, വെളുത്തുള്ളി, കുരുമുളക് ചതച്ച വെള്ളം തിളപ്പിച്ചു